ഉത്തരേന്ത്യയിലെ ഹിന്ദു നേതാക്കളെ വധിക്കാനുള്ള PFI ഭീകരൻ സിദ്ദിഖ് കാപ്പന്റെ പദ്ധതിക്കായി ചൈനീസ് ഫണ്ടും എത്തിയതായി ED കണ്ടെത്തൽ. ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫ് മുഖേനയാണ് ചൈനീസ് ഫണ്ട് PFIയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. റൌഫ് 2019-2020 വർഷങ്ങളിൽ ചൈന സന്ദർശിച്ചിരുന്നു. ഒമാനിൽ റൌഫ് മാനേജറായി പ്രവർത്തിച്ച റെയ്സ് ഇന്റർനാഷണൽ കമ്പനിയുടെ 4 ഡയറക്ടർമാരിൽ 2 പേർ മലയാളികളും 2 പേർ ചൈനക്കാരുമാണ്. റൌഫിന്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്കും SDPI നേതാവ് കലീം പാഷയുടെ അക്കൗണ്ടിലേക്കും ചൈനീസ് കമ്പനികളിൽ നിന്നും പണമെത്തിയിട്ടുണ്ട്. PFI അക്കൗണ്ടിൽ നിന്നും ഹിറ്റ് സ്ക്വാഡ് പരിശീലകൻ അൻഷാദ് ബദറുദ്ദീന്റെ അക്കൗണ്ടിലേക്ക് 3.5 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഭീകരവാദ ഫണ്ടിങ്ങിൽ വ്യക്തമായ തെളിവായി അത് മാറി. ബംഗളൂർ കലാപ കേസിലെ പ്രതി കൂടിയാണ് പാഷ. ഗൾഫിലെ PFI എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഖേന UAE, ഒമാൻ, ഖത്തർ, ബഹ്റിൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വൻതോതിൽ ധനസമാഹരണം നടന്നിട്ടുണ്ട്. ബിസിനസ് ഇടപാടുകളുടെ മറവിലോ ഹവാല മാർഗമോ ആണ് ഫണ്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നത്. ഇതിനായി 3200 ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ഇടപാടുകൾ ED പരിശോധിച്ചിരുന്നു. ഇതിൽ ഭൂരിഭാഗവും വ്യാജ പേരിലെ അക്കൗണ്ടുകളാണെന്ന് ED കണ്ടെത്തുകയും ചെയ്തു. സിദ്ദിഖ് കാപ്പന്റെ നിർദ്ദേശപ്രകാരം അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും ഉൾപ്പെട്ട PFI ഹിറ്റ് സ്ക്വാഡ് ഡൽഹി BJP നേതാക്കളെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നത് 2020 ഡിസംബർ 3-നാണ്. BJP നേതാക്കളായ കപിൽ മിശ്ര, പർവേസ് വർമ്മ തുടങ്ങിയവരായിരുന്നു ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 2020 സെപ്റ്റംബർ ആദ്യവാരം മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ ചേർന്ന ഹിറ്റ് സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിലായിരുന്നു തീരുമാനം. NIA സംഘത്തോട് ബദറുദ്ദീനും ഫിറോസ് ഖാനും പദ്ധതി വിശദാംശങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പദ്ധതിയുടെ ആസൂത്രകനായ സിദ്ദിഖ് കാപ്പൻ 2020 ഒക്ടോബർ 4-ന് ഹത്രാസ് കേസിൽ പിടിയിലായതോടെയാണ് ഡിസംബർ 3-ലെ ആക്രമണ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത്. ഡൽഹി കലാപം അടിച്ചമർത്തിയതിനുള്ള പ്രതികാരമായാണ് BJP നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടത്. ഡൽഹിയിലെ PFI നേതാക്കളായ പർവേസ് അഹമ്മദ്, മുഹമ്മദ് ഇലിയാസ്, അബ്ദുൾ മുഖീദ് എന്നിവരുമായി സിദ്ദിഖ് കാപ്പനും KP കമാലും ഇത് സംബന്ധിച്ച് രഹസ്യ ചർച്ച നടത്തിയിരുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ 6-നാണ് ആദ്യം പദ്ധതിയിട്ടതെങ്കിലും അന്നേ ദിവസം സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കുമെന്നതിനാൽ 3-ലേക്ക് മാറ്റുകയായിരുന്നു. ഹിറ്റ് സ്ക്വാഡിന് വാഹനങ്ങളും ഒളിത്താവളങ്ങളും ഏർപ്പാട് ചെയ്യാൻ ഡൽഹി PFI നേതാക്കളെ ചുമതലപ്പെടുത്തി. ഇതിനാവശ്യമായ ഫണ്ടും ഏർപ്പാട് ചെയ്തിരുന്നു. NIA, ED കേസുകളിൽ പിന്നീട് അറസ്റ്റിലായ ഡൽഹി PFI നേതാക്കൾ ഇപ്പോൾ തീഹാർ ജയിലിലാണ്.